കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വ്യോമസേനയുടെ വിമാനത്തിൽ രാവിലെ 10:30 നെടുമ്പാശ്ശേരിയിലെത്തിച്ച 23 മലയാളികളുടേതടക്കം 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ പിന്നീട് അവരവരുടെ വീടുകളിൽ എത്തിച്ചു. 7 തമിഴ്നാട്ടുകാരുടെ മൃതദേഹങ്ങൾ തമിഴ്നാട് മന്ത്രി ഏറ്റുവാങ്ങി. ഒരു കർണാടകക്കാരന്റെ മൃതദേഹവും ഇവിടെ വച്ച് കൈമാറി. 14 മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. സംസ്ഥാന സർക്കാരിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാന മന്ത്രിമാരും തമിഴ്നാട് മന്ത്രി KS മസ്താനും ആദരമർപ്പിച്ചു. അതേസമയം കുവൈറ്റിലെ ദുരന്തത്തിൽപ്പെട്ട 25 മലയാളികൾ അവിടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്ന് നോർക്ക CEO അജിത് കോളശ്ശേരി അറിയിച്ചു. ഇതിൽ 7 പേർ ഗുരുതരാവസ്ഥയിലാണ്. 2 പേരെ തിരിച്ചറിയാനുണ്ട്. ഇവരുടെ വിരലടയാളങ്ങളിൽ തിരിച്ചറിയാനായില്ല. DNA പരിശോധന പൂർത്തിയാകാൻ 2 ആഴ്ചയെടുക്കും. 5 മലയാളികൾ ഉൾപ്പെടെ 12 പേർ ആശുപത്രി വിട്ടു. എല്ലാവർക്കും സഹായം എത്തിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പൊതുദർശനം നടത്തിയ ശേഷം മൃതദേഹം ആംബുലൻസുകളിൽ മരിച്ചവരുടെ വീടുകളിലേക്ക് എത്തിച്ചു. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു.